അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 മോഡൽ 12 സീറ്റ് ആയിട്ടാണ് സെയിലിനുള്ളൊരു വാഹനമാണ്. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അതർ സ്റ്റേറ്റ് വാഹനമാണ്. അതായത് 14-12 സീറ്റ് പെർമിറ്റുള്ള 2016 മോഡൽ വണ്ടി. ഇതിൻ്റെ ഇൻറ്റീരിയലാണെങ്കിലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുൾ വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഒരു പാർട്ടിക്ക് ഈ ഒരു വണ്ടി ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ A to Z വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. നിലവിൽ ഇനി ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടെങ്കിൽ ഡയറക്റ്റ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകാനായിട്ട് സാധിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ A to Z എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയലാണെങ്കിലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും മെക്കാനിക് ആണെങ്കിലും അതേപോലെ തന്നെ സൗണ്ട് കാര്യങ്ങൾ അതുമാതിരി ലൈറ്റ് കാര്യങ്ങൾ എല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ വൃത്തിക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടി വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറക്കിയിട്ടുള്ളത്. ഈ ഒരു വണ്ടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം. പിന്നെ പേപ്പർ ഭാഗം കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊല്ലത്തേക്ക് ടെസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ 1 കൊല്ലത്തേക്ക് ഇൻഷുറൻസ്. നമ്മുടെ ക്വാർട്ടർ ടാക്സ് കാര്യങ്ങളൊക്കെ നിലവിലുള്ള ക്വാർട്ടർ ടാക്സ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആണ്. അതേപോലെ തന്നെ പൊല്യൂഷൻ, അതേപോലെ തന്നെ നമ്മുടെ വെൽഫെയർ, അതായത് ക്ഷേമനിധി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ലോൺ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 80% നമുക്ക് ഈ ഒരു വണ്ടിയുമ്പോൾ ഫിനാൻസ് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു വണ്ടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം.
അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.